പത്മപ്രിയ. കാർത്തി വളരെയധികം ദേഷ്യത്തോടെ പത്മയുടെ അടുത്തേക്ക് ചെന്നു. അവന്റെ ആ ഭാവം കണ്ടതും എല്ലാവരിലും ഒരു ഞെട്ടലുളവായി. ദേവൻ പോലും ഒന്ന് പരിങ്ങിയെന്ന് വേണം പറയാൻ. നിന്നോട് ആരടി പറഞ്ഞേ കണ്ട വഴിപോക്കരും തെണ്ടികളും ഒക്കെ വരുമ്പോ ചായ കൊണ്ടുവന്ന് കൊടുക്കാന്? അവൻ പറയുന്നത് കേട്ടതും ദേവന്റെ കയ്യിലിരുന്ന് ചായ തുളുമ്പി. മേടിച്ചോണ്ടുപോയി വാഷ് ബേസിന് കളയടിയാ ചായ. അവൻ ശബ്ദമുയർത്തിയതും പത്മയെ ഞെട്ടിവിറച്ചു. ദയനീയമായി അവൾ എല്ലാവരെയും നോക്കി. ഡി, നിന്നോടാ പറഞ്ഞേ ആ ചായ മേടിക്കാന്. സൽക്കരിക്കാൻ ഇറങ്ങിയേക്കുന്നവള്. അവന്റെ ശബ്ദം പൊന്തിയതും പത്മ സങ്കടത്തിലായി. മോളെ, കാർത്തി പറയുന്നതനുസരിക്ക്. അച്ഛൻ പറഞ്ഞപ്പോൾ പത്മ അത് ദേവനോട് തിരികെ മേടിച്ചു. ഇവിടെ ആരൊക്കെ വരുമ്പോഴാണ് ചായയും പലഹാരവും കൊടുക്കേണ്ടതെന്നേ അമ്മ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം പത്മയെ. സീതയുടെ നേർക്ക് തിരിഞ്ഞവൻ. ദേവനാണെങ്കിൽ അടി കൊണ്ടതുപോലെ നിൽക്കുകയാണ്. താൻ വന്ന കാര്യം കഴിഞ്ഞെങ്കിൽ വേഗം ഇറങ്ങിപ്പോകൂ. ഞങ്ങൾക്കേ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചുവരിലെ ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ട് കാർത്തി ദേവനോട് പറഞ്ഞു. അയാൾ വിവാഹക്കുറി മേശമേൽ വെച്ചിട്ട് പിന്തിരിഞ്ഞു. ഹലോ മിസ്റ്റർ. കാർത്തി പിന്നിൽ നിന്നും വിളിച്ചതും ദേവൻ നിന്നു. ഞങ്ങൾക്ക് ഇയാളെ പരിചയമില്ലാത്ത സ്ഥിതിക്കേ ഈ വിവാഹക്കുറിയും കൂടി എടുത്തോണ്ട് പോയിക്കോ. ഇതിന്റെ ആവശ്യം ഇവിടെയില്ല. ദേവൻ വീണ്ടും അടി കിട്ടിയതുപോലെയായി. എന്ത് ചെയ്യണമെന്നറിയാതെ. എനിക്കും എന്റെ കുടുംബത്തിൽ ആർക്കും തന്നെ തന്റെ സുന്ദരിയായ മകളെ അറിയില്ലടോ. ആ സ്ഥിതിക്കേ ഈ ക്ഷണക്കത്തിന്റെ ആവശ്യമില്ല. അതെടുക്കണം. അവന്റെ ശബ്ദം ഉയർന്നപ്പോൾ ദേവൻ വേഗം തന്നെ ആ കുറി തിരിച്ചെടുത്തു. ആ, ഒരു കാര്യം കൂടി പറയാനുണ്ട്, ഒരു മിനിറ്റേ. അവൻ അടുക്കളയിൽ ചെന്ന് പത്മയെ കൂട്ടിക്കൊണ്ടുവന്നു ദേവന്റെ മുന്നിൽ നിർത്തി. തനിക്കെന്തോ സംശയമായിരുന്നല്ലോ, ഇതിവിടുത്തെ വേലക്കാരിയാണെന്നല്ലേ? എന്നാ കേട്ടോടോ, കണ്ട ആണുങ്ങളുടെ കൂടെ അഴിഞ്ഞാടി നടക്കുന്ന തന്റെ മോളെപ്പോലെ അല്ല ഈ പെൺകുട്ടി. മനസ്സിൽ നന്മകൾ മാത്രമുള്ള നല്ലൊരു അച്ഛനും അമ്മയ്ക്കും പിറന്ന മകളാണിവൾ. തന്നെപ്പോലെ തോന്നിവാസം വളർത്തി വിട്ടതല്ല. ഈശ്വരൻ എനിക്കായി, എന്റെ കുടുംബത്തിനായി കരുതി വെച്ച പെണ്ണാണിവള്. തന്റെ മകളെ ദൈവം എന്നിൽ നിന്നും പിരിച്ചു മാറ്റിയത് എന്തിനാണെന്നോ? എന്റെ അച്ഛൻ്റെ അമ്മയുടെയും പുണ്യം കൊണ്ട്. അതുകൊണ്ട് മാത്രമാ ഇവളെ എനിക്കെന്റെ ഭാര്യയായി കിട്ടിയത്. തന്റെ മകക്ക് പുതിയ കോടീശ്വരം വന്നല്ലേ? എന്തിയടോ പഴയ ആള്? അവന്റെ കാര്യം കഴിഞ്ഞപ്പോൾ ഉപേക്ഷിച്ച് പോയല്ലേ? എത്ര കോടീശ്വരന്മാർ കൊണ്ടു നടന്നടോ തന്റെ മോളെ? ദേവൻ പാഞ്ഞു വന്ന് കാർത്തിയുടെ കോളറി കയറി പിടിച്ചു. അവൻ പെട്ടെന്ന് അയാളുടെ കൈ തട്ടിമാറ്റി. ഇറങ്ങിപ്പോടോ. എന്നിട്ടേ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട തന്റെ മകളോട് പറ ഒന്നും തുടങ്ങിയിട്ടില്ലെന്ന്. അവളെ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ. താനതൊക്കെ കണ്ണു നിറഞ്ഞു കാണും. എന്നിട്ടേ തന്റെ അന്ത്യം ഉണ്ടാവൂ. തന്റെ മുന്നിൽ നിന്ന് പുച്ഛത്തോടെ പറയുന്ന കാർത്തിയെ ദേവൻ ആദ്യം കാണും പോലെ നോക്കി. ഇത്രയും നാളും ഒന്നും മാറി നിൽക്കാൻ പോലും തന്നോട് പറഞ്ഞിട്ടില്ലാത്ത ഒരു പാവം പയ്യനായിരുന്നു. അവനിൽ പെട്ടെന്നുണ്ടായ മാറ്റം ദേവനെ അവൻ ഞെട്ടിച്ചു കളഞ്ഞു. ദേവൻ വാതിൽപ്പടിയും കടന്ന് ഇറങ്ങി ഉമ്മറത്തേക്ക് ചെന്നു. അപ്പോഴേക്കും കേട്ടു ശക്തിയിൽ കാർത്തി വാതിൽ വലിച്ചടയ്ക്കുന്നത്. അയാൾ പടിപ്പുര കടന്നു പോകുന്നത് കണ്ടതും മീനൂട്ടി വന്നു വാതിൽ തുറന്നു. കാർത്തിയും അച്ഛനും അമ്മയും ഒക്കെ ഉമ്മറത്തേക്ക് വന്നു. മീനു ഓടിച്ചെന്ന് ഏട്ടനെ കെട്ടിപ്പിടിച്ചു. എന്റെ ഏട്ടാ, ഇന്നത്തെ ദിവസം എന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു സുദിനമാണിന്ന് കേട്ടോ. അവൾ കാർത്തിയുടെ തോളോട് ചേർന്ന് പറഞ്ഞതും അച്ഛൻ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നാലും അത്രയ്ക്കൊന്നും പറയേണ്ടിയിരുന്നില്ല മോനെ, ലേശം കൂടിപ്പോയി കേട്ടോ. ഈ അമ്മ ഇത് എന്തറിഞ്ഞിട്ടാണ്? സത്യത്തിലേ ഏട്ടൻ പറഞ്ഞത് കുറഞ്ഞുപോയി. അയാൾക്കിട്ട് 2 പെട കൂടി കൊടുക്കേണ്ടതായിരുന്നു. അല്ല പിന്നെ. മീനു അമ്മയോട് കയർത്തു. ഇത് അവളുടെ പണിയാണമ്മേ. ഈ കല്യാണക്കുറിയുമായിട്ടേ അവള് മനഃപൂർവ്വം വിട്ടതയാളെ. അതുകൊണ്ട് 2 എണ്ണം പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. ചെന്ന് മക്കളോട് പറയട്ടെ കാര്യങ്ങളെല്ലാം. കാർത്തി പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിയൊന്നും പറയണ്ട. ഒക്കെ പോട്ടെ മോനെ. ആരെങ്കിലും കല്യാണം കഴിച്ചുകൊണ്ട് പോട്ടെ അവളെ. ഞാൻ പറഞ്ഞെന്നേ ഉള്ളമ്മേ. ഇനി എന്തെങ്കിലും ആട്ടെ, ആ നാശം പിടിച്ചവള് എവിടെയെങ്കിലും പോയി തൊലയട്ടെ. അതല്ലേട്ടാ, ഏട്ടത്തി അയാൾ കണ്ടിട്ടുള്ളതാണ്. എന്നിട്ട് ചോദിച്ചത് കേട്ടോ ബാല്യക്കാരിയാണോന്ന്. എന്തൊരു ദുഷ്ട മനസ്സായാടെ. എനിക്കത് ഓർക്കും തോറും ചൊറിഞ്ഞു വരുവാ. മീനു ദേഷ്യം അടക്കാനാവാതെ പറഞ്ഞു.
അതിനുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ മോളെ. സാരമില്ല, പോട്ടെ. കാർത്തി അകത്തേക്ക് കയറിപ്പോയി. പത്മ കോളേജിലേക്ക് പോകാനുള്ള ചുരിദാർ ഇടുകയായിരുന്നു. താൻ കുറച്ചു മുന്നേ ദേഷ്യപ്പെട്ടതോർത്തപ്പോൾ അവന് വിഷമം തോന്നി. പാവം, അവൾക്കാണെങ്കിൽ സത്യത്തിൽ അയാളെ പരിചയമില്ലായിരുന്നു. അതുകൊണ്ടാണ് അവൾ ചായ എടുത്തുകൊണ്ട് വന്നത്. ശോ, താൻ വഴക്കു പറഞ്ഞപ്പോൾ ആ മുഖമൊക്കെ വല്ലാണ്ടായിരുന്നു. അവൻ റൂമിലെത്തിയപ്പോൾ പത്മ ഷോൾ എടുത്ത് അടുക്കിയിട്ട് പിന്നു കുത്തുകയാണ്. കാർത്തി വാതിലടിച്ചിട്ട് അവളുടെ അടുത്തേക്ക് വന്നു. കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്നവളുടെ അടുത്തേക്ക് അവൻ മെല്ലെ ചെന്നു. അവളുടെ തോളിൽ തന്റെ മീശ കൊണ്ട് ഇക്കിളിപ്പെടുത്തി. സാധാരണ അവൻ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവൾ തിരിഞ്ഞ് അവന്റെ നെഞ്ചിലേക്ക് പതുങ്ങുന്നതാണ്. പക്ഷേ അന്നവൾ അനങ്ങാതെ നിന്നു. അപ്പോഴേക്കും കാർത്തിക്ക് മനസ്സിലായി പെണ്ണ് പിണക്കത്തിലാണെന്ന്. ഇരു കൈകൾ കൊണ്ടും അവൻ അവളുടെ അണിവയറിന്മേൽ പൊതിഞ്ഞു. എന്നിട്ട് അവളുടെ വയറിന്മേൽ മെല്ലെ തോണ്ടി. പത്മ അപ്പോഴും നിന്നിടത്ത് തന്നെ നിന്നു, അനങ്ങാതെ കൊണ്ട്. അവന്റെ കൈവിരലുകൾ മേൽപോട്ട് നീങ്ങിയതും പത്മ പെട്ടെന്ന് അവന് നേർക്ക് തിരിഞ്ഞു. അപ്പോ അറിയാല്ലേ, അതിർത്തി കിടക്കുമ്പോൾ എന്റെ കുട്ടി തിരിഞ്ഞൂലോ. അവൻ പത്മയുടെ കാതിൽ മെല്ലെ അതരം മുട്ടിച്ചു. വേണ്ട, എന്നോട് മിണ്ടണ്ട. അവന്റെ അടുത്തുനിന്ന് മാറി അവൾ ജനാലയുടെ ഓരത്തായി പോയി നിന്നു. പത്മ. അവനും മനസ്സിലായി ആൾക്ക് സങ്കടമാണെന്ന്. ഞാൻ മാഷോട് പിണക്കമാണ്. ചുണ്ട് കൂർപ്പിച്ച് വിതുമ്പിക്കൊണ്ട് ഇപ്പോൾ കരയുന്ന മട്ടിലായിരുന്നു അവൾ അപ്പോൾ. എന്നോട് പിണക്കമാണോ? അതും എൻ്റെ പത്മകുട്ടിക്ക്? എന്താണാവോ കാരണം? അവൻ ഈണത്തിൽ ചോദിച്ചു. മാഷ് എന്തിനാ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ വഴക്ക് പറഞ്ഞത്? എനിക്ക് ഒരുപാട് സങ്കടമായിപ്പോയി. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ചങ്ക് പൊട്ടും പോലെ തോന്നി. പറയുകയും പത്മയുടെ മിഴികൾ നിറഞ്ഞു തൂവി. അത് കണ്ടതും കാർത്തിക്ക് നെഞ്ചു നീറി. പത്മ. അവൻ അവളെ പിടിച്ച് തന്നിലേക്ക് ചേർത്തു. സോറിടാ, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നുപോയി. അയാൾ നിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ. സാരമില്ല, വിഷമിക്കണ്ട. പോട്ടടാ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. സോറി, റിയലി സോറി. കാർത്തി അവളെ സമാധാനിപ്പിച്ചു. അപ്പോഴേക്കും പത്മയുടെ തേങ്ങൽ ഉയർന്നു. അവൾ അവനെ ഇറുക്കെ പുണർന്നു. വേണ്ട, മാഷ് എന്നോട് സോറിയൊന്നും പറയരുത്. എനിക്ക് അത് കേൾക്കാൻ പോലും പറ്റില്ല. തൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടന്ന് കരയുന്നവളെ കാർത്തി മെല്ലെ നോക്കി. എന്നിട്ട് അവളുടെ മുടിയിഴകൾ മാടിയൊതുക്കി. കരയല്ലേടാ, എൻ്റെ പത്മയുടെ കണ്ണൊന്ന് നിറഞ്ഞാൽ പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ. പോട്ടെ, വിഷമിക്കാതെ. അവൻ അവളുടെ നെറുകയിൽ മുത്തി. അപ്പോഴേക്കും അവളുടെ പിടുത്തം ഒന്നുകൂടെ മുറുകി. പത്മ. അവൻ വിളിച്ചതും അവൾ മിഴികൾ ഉയർത്തി. കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്ന അപ്പോഴും. പിണക്കമാണോ? അവൻ ചോദിച്ചതും അവൾ ഇല്ലെന്ന് ചുമൽ ചലിപ്പിച്ചു. പോട്ടെ കേട്ടോ. എന്നാലൊന്ന് ചിരിച്ചേ എൻ്റെ പത്മക്കുട്ടി. അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കി ചെറുതായി ചിരിച്ചു. സിന്ദൂര ചെപ്പിൽ നിന്നും ഒരു നുള്ളി സിന്ദൂരമെടുത്ത് അവൻ അവളുടെ സീമന്തം ചുവപ്പിച്ചു. ഏട്ടാ, സമയം പോകുന്നു, വായോ. താഴെ നിന്നും മീനൂട്ടി വിളിച്ചു പറഞ്ഞതും പത്മ അവനിൽ നിന്ന് അകന്നു മാറി. കണ്ണൊക്കെ തുടച്ച് സുന്ദരിയായിക്കേ വേഗം. നേരം പോയില്ലോ ഇന്ന്. അവൻ പെട്ടെന്ന് തൻ്റെ കാവിമുണ്ട് മാറി ഒരു പാൻ്റ് എടുത്തിട്ടു. എന്നിട്ട് പത്മ അയൺ ചെയ്തു വെച്ച ഷർട്ട് വേഗം എടുത്തിട്ടു. അപ്പോഴേക്കും പത്മ ബാഗുമെടുത്ത് പോകാനായി ഇറങ്ങി. എന്നിട്ട് എന്തോ മറന്നതുപോലെ ഓടി വന്നു. ഇരുകാലും പൊന്തിച്ചുകൊണ്ട് അവൻ്റെ തോളിൽ കൈകൾ കുത്തി കവളിൽ അമർത്തി ചുംബിച്ചു. കാർത്തി എന്തെങ്കിലും പറയും മുന്നേ അവൾ ഓടിക്കളഞ്ഞു. ഇതിൻ്റെ ബാക്കി നിനക്ക് വൈകിട്ട് തരാം കേട്ടോ. അവൻ പതിയെ പിറുപിറുത്തു. അപ്പോഴും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തത്തി കളിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ പത്മയ്ക്കായി മാത്രം. കല്യാണം വിളിക്കാൻ പോയ ദേവൻ തിരികെ വരുന്നതും കാത്ത് ദേവു ഉമ്മറത്തുണ്ടായിരുന്നു. അയാളെ കണ്ടതും അവൾ ഓടിയിറങ്ങി വന്നു. എന്താ യച്ചാ പോയിട്ട്? എല്ലാവരും ഉണ്ടായിരുന്നോ അവിടെ? തിടുക്കത്തിൽ വന്ന് അവൾ അച്ഛനോട് ചോദിച്ചു. പെട്ടെന്ന് അയാളുടെ കൈ വായുവിലൊന്ന് ഉയർന്നു പൊങ്ങി. എന്താണ് സംഭവിക്കുന്നതെന്നറിയും മുന്നേ ദേവുവിന്റെ കവിൾത്തടം ചുവന്നു. എന്നെ നാണം കെടുത്തിയപ്പോൾ നിനക്ക് സമാധാനമായി അല്ലേടി? അവളുടെ മുടിക്കുത്തിന് പിടിച്ചു വലിച്ചുകൊണ്ട് അയാൾ അകത്തേക്ക് കയറിപ്പോയി. തുടരും.